ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള മൂവ് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മൂവായിരുന്നു. മാർക്കറ്റ് നിർത്താതെ കുത്തനെ 90 ഡിഗ്രി മൂവ് നടത്തുന്നത് ഒരിക്കലും ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു പുൾ ബാക്ക് എടുത്തുകൊണ്ട് സ്വാഭാവികമായൊരു ഹയർ ഹൈയും ഹയർ ലോയും സൃഷ്ടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അതൊരു ഹെൽത്തി റാലി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 6 തുടർച്ചയായ ട്രേഡിംഗ് ഡേയിൽ ഗെയിൻ ഉണ്ടാക്കിയതിന് ശേഷം ഇന്ന് ഒരു പോസ് എടുത്തുകൊണ്ട് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നൽകിയത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പ്രധാനമായിട്ടും ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലാണ് ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നിഫ്റ്റി 50-ലുള്ള 16ഓളം സ്റ്റോക്കുകൾ മാത്രമാണ് അഡ്വാൻസ് ചെയ്തത്. 34ഓളം സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ IT സെക്ടറിലുള്ള സ്റ്റോക്കുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടറുകളും നമുക്ക് റെഡിൽ കാണാൻ കഴിയും. IT ഇൻഡെക്സിലുള്ള 10-ൽ 8 സ്റ്റോക്കുകളും പോസിറ്റീവ് ക്ലോസ് ചെയ്തിട്ട് കാണാം. പെർസിസ്റ്റൻ്റ്, കോഫോർജ്, എംഫസിസ്, ഇൻഫോസിസ്, HCL ടെക്, TCS, വിപ്രോ, LTTS പോലെയുള്ള സ്റ്റോക്കുകളെല്ലാം പോസിറ്റീവ് ക്ലോസ് ചെയ്തു. LTI മൈൻട്രിയും ടെക് മഹീന്ദ്രയും മാത്രമാണ് നെഗറ്റീവ് ക്ലോസ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും IT സ്റ്റോക്കുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയില്ലായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ വലിയ മൂവൊന്നും നടക്കാത്തത് കൊണ്ടായിരിക്കാം IT സെഗ്മെൻറ്റിൽ വലിയൊരു ഡിക്ലൈൻ ഇല്ലാതിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാം. ഇപ്പോൾ മാർക്കറ്റ് വൈഡ് ഓവറോൾ സ്റ്റോക്ക് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 26% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 71% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തതായിട്ടും കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ബ്രോഡ് മാർക്കറ്റിൽ മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാം. മിഡ് ക്യാപ്പിലായാലും സ്മോൾ ക്യാപ്പിലായാലും എല്ലാറ്റിലും അത്തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷേ ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് FIIs നെറ്റ് ബയേഴ്സ് തന്നെ ആയിരുന്നു. 5000 കോടിക്ക് മുകളിൽ അവർ ബൈ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ യഥാർത്ഥത്തിൽ സെല്ലിംഗ് നടത്തിയിട്ടുള്ളത് DIEs ആണ്. ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഏകദേശം 2700 കോടിയോളം സെല്ലിംഗ് നടത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനേക്കാൾ ഇരട്ടിയോളം FIIs ബൈ ചെയ്തപ്പോൾ DIEs ഇപ്പോൾ സ്മാർട്ടായിട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവർ പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ഇതുകൂടാതെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ എത്രയോ മാസങ്ങളിലായിട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്താണോ പ്ലേ ചെയ്തത് അതിനി ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് പ്ലേ ചെയ്യുന്നത് കാണാൻ കഴിയും. പക്ഷേ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ക്യാപിറ്റൽ വൈസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് ഒരിക്കലും മാർക്കറ്റിനെ വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. നിഫ്റ്റി 500-ൽ 2 സ്റ്റോക്കുകളിൽ ഹെവി ആയിട്ടുള്ള റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ 2 സ്റ്റോക്കുകളിൽ ഒന്ന് HEG ലിമിറ്റഡ് ആണ്. ഇത് 12.56% ഒരു റാലി നടന്നിട്ടുണ്ട്. അതേപോലെ ഗ്രാഫൈറ്റ് ഇന്ത്യയിലും 7% റാലി നടന്നിട്ട് ക്ലോസ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ചൈനയിൽ നിന്നുള്ള ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകളുടെ ആ ഒരു ഇറക്കുമതിയിൽ ജപ്പാൻ ഏകദേശം 95% ഒരു ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഏർപ്പെടുത്താൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ മാർച്ച് 29 മുതൽ ഇമ്പോസ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഏർപ്പെടുത്താനുള്ള കാരണം ചൈന വലിയ തോതിൽ അവരുടെ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ് ചീപ്പ് പ്രൈസിൽ ജപ്പാനിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യുകയാണ്. ജപ്പാനിലുള്ള ഇലക്ട്രിക് ആർക്ക് ഫർണസ് സ്റ്റീൽ മേക്കിംഗ് മേഖലയിലാണ് ഈ ഇലക്ട്രോഡുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ ലോ ആയിട്ട് പ്രൈസിൽ, വളരെ അൺഫെയർ ആയിട്ടുള്ള ലോ പ്രൈസിൽ അത് കൊടുക്കുന്നുണ്ട് എന്ന് ജപ്പാൻ കണ്ടെത്തുകയും അത് സ്വാഭാവികമായിട്ട് ജപ്പാനിലുള്ള ഈ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനെ ഒരു 95% ഒരു വമ്പിച്ച ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു തീരുമാനം വന്നതിന് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള 2 പ്രധാനപ്പെട്ട ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ് എക്സ്പോർട്ട് കമ്പനിയായിട്ടുള്ള HEGയും അതുപോലെ ഗ്രാഫൈറ്റ് ഇന്ത്യയും അത് ഭാവിയിൽ ജപ്പാനിലേക്കുള്ള അവരുടെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും, കാരണം ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ചൈനയ്ക്ക് മാത്രമാണ് ബാധകം, ഇന്ത്യക്ക് അത് ബാധകമല്ലാത്തതുകൊണ്ട് തന്നെ ഈ 2 സ്റ്റോക്കുകളിൽ നല്ല മുന്നേറ്റം ഉണ്ടാകുമെന്ന് പൊതുവെ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു റാലി ആ സ്റ്റോക്കിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 2 സ്റ്റോക്കുകൾ നമുക്ക് ഷോർട്ട് ടേമിൽ വാച്ച് ലിസ്റ്റിൽ ഇടാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ തമ്പനയിൽ പറഞ്ഞതുപോലെ അനിശ്ചിതകാലത്തേക്ക് ഞങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന് സൂചന നൽകുന്ന 2 കോർപ്പറേറ്റ് ആക്ഷൻ 2 സ്റ്റോക്കുകളിൽ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ സ്റ്റോക്കുകളിലേക്ക് നമുക്ക് പോകാം. ഒന്ന് സൊമാറ്റോയിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സൊമാറ്റോ എന്നുള്ള പേര് നമുക്ക് സൊമാറ്റോ സ്റ്റോക്കിൻ്റെ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ കഴിയില്ല. അപ്പോൾ അവരുടെ പേരൻറ്റ് കമ്പനിയുടെ നെയിം എറ്റേണൽ ലിമിറ്റഡ് എന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇത് മാർച്ച് 20 മുതൽ എഫക്റ്റീവ് ആയിട്ടുണ്ട്. കാരണം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഇതിന് അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് അവർ വരുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, സൊമാറ്റോ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നത് അതൊരു ഫുഡ് ഡെലിവറി കമ്പനി എന്നുള്ള ഒരു ഇമേജാണ്. എന്നാൽ സൊമാറ്റോയുടെ ബിസിനസ് വലിയ തോതിൽ ഡൈവേഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അവരുടെ ഒരു ബിസിനസ്സിൽ നമുക്ക് കാണാൻ കഴിയും. സൊമാറ്റോ 2022 ഏകദേശം 81% അവരുടെ ടോട്ടൽ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഈ ഫുഡ് ഡെലിവറി ബിസിനസ് കോൺട്രിബ്യൂഷൻ ഏകദേശം 81% അത് പിന്നീട് 2024 കുറഞ്ഞിട്ട് 44% താഴോട്ടേക്ക് വന്നിരുന്നു. എന്നാൽ അവിടെ പുതിയ പുതിയ ബിസിനസ്സുകൾ അവർ റവന്യൂവിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് കാണാം. അതിലൊന്ന് ബ്ലിങ്കിറ്റ് ആണ്. 23% അവർ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് ബ്ലിങ്കിറ്റ് എന്നുള്ള ക്വിക്ക് കൊമേഴ്സ് ബിസിനസ്സിൽ നിന്നാണ്. മറ്റൊന്ന് ഹൈപ്പർ പ്യൂർ എന്ന് പറയുന്ന ബിസിനസ് ടു ബിസിനസ് പ്ലാറ്റ്ഫോം ആക്ടിവിറ്റി നടത്തുന്ന ആ ഒരു ആപ്പ്, അത് 30% റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നടക്കുന്നത് റോ മെറ്റീരിയൽസ്, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലും മറ്റ് ബിസിനസ്സുകൾക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് ഇവരുടെ പ്ലാറ്റ്ഫോം വഴി ട്രേഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഹൈപ്പർ പ്യൂർ എന്നുള്ള ആ ഒരു ആപ്പിൻ്റെ പ്രത്യേകത. ഇതേപോലെ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ആപ്പ്, അത് ഡൈനിങ് ഔട്ട് ഫെസിലിറ്റീസ് ബുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് ടേബിൾ റിസർവേഷൻ, അതുപോലെ ഇവൻറ്റ് ബുക്കിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ആപ്പാണ്. ഇത് UAE-യിലും അതുപോലെ ഇന്ത്യയിലെ 40ഓളം സിറ്റികളിലും ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേടിഎമ്മിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സുകാരിലെ പേടിഎം ഇൻസൈഡർ, അതുപോലെ ടിക്കറ്റ് ന്യൂ ആപ്പുകളൊക്കെ അക്വിസിഷൻ നടത്തിക്കൊണ്ട് സൊമാറ്റോ അതുകൂടാതെ മൂവി ടിക്കറ്റ് ബുക്കിംഗ് മേഖലയിലേക്കും പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ബിസിനസ് വലിയ തോതിൽ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സൊമാറ്റോ എന്നുള്ള പേര് ഇവരുടെ ബിസിനസ്സിനെ മൊത്തത്തിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം സൊമാറ്റോയുടെ ഫുഡ് സർവീസ് ബിസിനസ് 44% 60% ബിസിനസ് മറ്റു മേഖലയിലായതുകൊണ്ട് തന്നെ സൊമാറ്റോ എന്നുള്ള പേര് അവിടെ തികച്ചും അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് പുതിയ പേര് വന്നിട്ടുള്ളത്. ആ പേര് എറ്റേണൽ എന്നാണ്. അപ്പോൾ എറ്റേണൽ എന്നതിൻ്റെ മലയാളത്തിലെ മീനിങ് എന്ന് പറയുന്നത് ശാശ്വതമായത് എന്നാണ്, ഒരിക്കലും നശിക്കാത്തതെന്നാണ്. അപ്പോൾ കമ്പനി പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കാലത്തേക്കും സർവൈവ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കും സൊമാറ്റോ എന്നായിരിക്കാം. അപ്പോൾ ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അനിശ്ചിതകാലത്തേക്ക് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു പ്രകടനം അവർ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് ആ സ്റ്റോക്കിൽ പോസിറ്റീവ് ആവും. അപ്പോൾ നമുക്കറിയാം മാർച്ച് 2023 വരെ ഈ ഒരു സൊമാറ്റോ സ്റ്റോക്ക് ഒരു ലോസ് മേക്കിംഗ് കമ്പനിയായിരുന്നു. എന്നാൽ അതിനുശേഷം അവർ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു ടേൺ അറൗണ്ട് കമ്പനിയായിട്ട് സൊമാറ്റോ മാറുകയും അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് റോക്കറ്റ് പോലെ കുതിച്ചു വരികയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സൊമാറ്റോ നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊന്ന് ഇറേഡ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇവിടെയും ഒരു അനിശ്ചിതകാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. അപ്പോൾ ഇറേഡ ഏകദേശം 1247 കോടിയുടെ ഒരു ഫണ്ട് റേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഫണ്ട് ഇവർ റേസ് ചെയ്യാൻ പോകുന്നത് പെർപ്പച്വൽ ബോണ്ട്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ പെർപ്പച്വൽ ബോണ്ട്സ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഇല്ലാത്ത ബോണ്ടുകളാണ് പെർപ്പച്വൽ ബോണ്ട്സ് എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു FD തന്നെയാണ്. നമ്മളിപ്പോൾ FDയിൽ ഒരു പണം നമ്മൾ നിക്ഷേപിക്കുമ്പോൾ അവിടെ കൃത്യമായൊരു കാലാവധി ഉണ്ട്, 1 വർഷത്തേക്ക് അല്ലെ 10 വർഷത്തേക്ക്, അങ്ങനെ നമ്മളൊരു കൃത്യമായൊരു മെച്യൂരിറ്റി ഡേറ്റിലാണ് നമ്മൾ FD നിക്ഷേപിക്കുക. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. ഇവിടെ അത്തരത്തിലുള്ള മെച്യൂരിറ്റി ഡേറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്ത പണം റെഡീം ചെയ്യാൻ പറ്റില്ല. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലൈഫ് ടൈമാണ്, അനിശ്ചിതകാലത്തേക്കാണ് ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുക. അവിടെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് സ്വാഭാവികമായിട്ട് FD ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇറേഡ എന്ന് പറയുന്നത് ഈ റിന്യൂവബിൾ സെഗ്മെൻറ്റിലുള്ള കമ്പനികൾക്ക് ലോൺ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ ലോൺ ഇഷ്യൂ ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള ഡെപ്പോസിറ്റുകൾ വരേണ്ടതുണ്ട്. അപ്പോൾ ഈ 1247 കോടി രൂപയുടെ ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8.4% ആണ്. ഇതൊരു ഗവൺമെൻറ് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനിയാണ്. ഇവർ കൊടുക്കുന്ന ലോൺ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലേക്ക് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായൊരു അടിത്തറ നൽകിക്കൊണ്ട് നല്ലൊരു ഫൈനാൻഷ്യൽ ഫൗണ്ടേഷൻ ഇവർക്ക് നൽകിക്കൊണ്ട് ഇന്ത്യയുടെ ആ ഒരു ഗ്രീൻ എനർജി ഇൻഫ്രാസ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്യാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ എറേഡ പുറത്തുവിട്ട ഒരു പ്രസ് റിലീസിൽ പറയുന്നത് അവർക്കിപ്പോൾ ഏകദേശം 24 കോടിയോളം രൂപയുടെ ഒരു ടാക്സ് റീഫണ്ട് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഇവർക്ക് ഒരു 195 crore ഒരു ടാക്സ് റീഫണ്ട് കിട്ടാനുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും എറേഡ ഇങ്ങനെ സാമ്പത്തികമായിട്ട് അവരുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എറേഡ സ്റ്റോക്കിൽ നേരിയ തോതിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 13% ഒരു അപ്സൈഡ് മൂവ് ഈ സ്റ്റോക്കിൽ നടന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇറേഡയുടെ ബോറോയിങ് ലിമിറ്റ് ഗവൺമെൻറ് കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ മുമ്പ് ഇതുണ്ടായിരുന്നത് 24,200 കോടിയാണെങ്കിൽ ഇപ്പോൾ അത് 29,200 കോടി വരെ ഇവർക്ക് ബോറോ ചെയ്യാനുള്ള ഒരു അനുമതി ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പെർപ്പച്വൽ ബോണ്ട് എന്ന് പറയുന്നത് ഒരു അനിശ്ചിതകാല മെച്യൂരിറ്റി ഡേറ്റ് ഇല്ലാത്ത ഒരു ബോണ്ടായതുകൊണ്ടാണ് ഇതൊരു അനിശ്ചിതകാല ആക്ടിവിറ്റി ഇതിൽ നടന്നു എന്ന് പറയുന്നത്. അതുപോലെ സൊമാറ്റോയിലും അവരുടെ പേര് കൊണ്ട് ഒരു അനിശ്ചിതകാല ആക്ടിവിറ്റി നടന്നു. ഈ അർത്ഥത്തിലാണ് കമ്പനിയിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.